വചനദീപം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങൾ. അവന്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ അവൻ യെരുശലേമിലേക്ക് യാത്രയാവാൻ മനസ്സുറപ്പിച്ച് തനിക്ക് മുമ്പായി ദൂതന്മാരെ അയച്ചു. അവർ പോയി അവനായി വട്ടം കൂട്ടേണ്ടതിന് ശമര്യക്കാരുടെ ഒരു ഗ്രാമത്തിൽ ചെന്നു. എന്നാൽ അവൻ യെരുശലേമിലേക്ക് പോകുവാൻ ഭാവിച്ചിരിക്കയാൽ അവർ അവനെ കൈക്കൊണ്ടില്ല. അതവൻ്റെ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും കണ്ടിട്ട്, കർത്താവേ, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവരെ നശിപ്പിപ്പാൻ ഞങ്ങൾ പറയുന്നത് നിനക്ക് സമ്മതമോ എന്ന് ചോദിച്ചു. അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. അവർ വേറൊരു ഗ്രാമത്തിലേക്ക് പോയി. അവർ വഴി പോകുമ്പോൾ ഒരുത്തൻ അവനോട്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. യേശു അവനോട്, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തല ചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. വേറൊരുത്തനോട്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞാറേ, അവൻ, ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടുവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. അവൻ അവനോട്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ, നീയോ പോയി ദൈവരാജ്യം അറിയിക്ക എന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറവാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. യേശു അവനോട്, കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ആരും ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന് പറഞ്ഞു. യേശുവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിക്കാറായി. പലസ്തീൻ നാട്ടിൽ താൻ പഠിപ്പിക്കുകയും അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പലസ്തീൻ്റെ വടക്കേ ഭാഗമായ ഗലീലയിൽ നിന്നും യെരുശലേമിലേക്ക് ഇപ്പോൾ തൻ്റെ ശിഷ്യന്മാരുമായി താൻ യാത്ര ചെയ്യുകയാണ്. ഈ യാത്രയുടെ അവസാനം താൻ യെരുശലേമിലെത്തും. അവിടെ വച്ച് തന്നെ യഹൂദന്മാർ, അവരുടെ നേതാക്കൾ അറസ്റ്റ് ചെയ്യും, റോമൻ പടയാളികൾക്ക് ഏൽപ്പിക്കും, അവൻ അവിടെ കഷ്ടം അനുഭവിക്കും, അവരുടെ കൈയാൽ ക്രൂശിക്കപ്പെട്ട് കൊല്ലും. ഈ കാര്യങ്ങളൊക്കെ യേശുവിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ശിഷ്യന്മാരോട് അതിനെക്കുറിച്ച് താൻ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ അവർക്കത് എന്തുമാത്രം മനസ്സിലായി എന്ന് നമുക്കറിയില്ല. യേശുവിൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞ മിക്ക കാര്യങ്ങളും അവർക്ക് മനസ്സിലായില്ല, അവർക്കത് മറവായിരുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. 51-ാം വാക്യത്തിൽ അവൻ്റെ ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ എന്നാണ് കാണുന്നത്. ആരോഹണം എന്ന് പറഞ്ഞാൽ കയറിപ്പോവുക, ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പോവുക എന്നാണ് അർത്ഥം. എന്നാൽ യെരുശലേമിൽ തനിക്ക് ഉണ്ടാകുവാൻ പോകുന്നത് ഒരു ഉയർച്ചയല്ല, മറിച്ച് താഴ്ചയാണ്. താൻ പിടിക്കപ്പെടും, തന്നെ അവർ വിസ്തരിക്കും, മർദ്ദിക്കും, ക്രൂശിച്ചു കൊല്ലും, താൻ മരിക്കും, താൻ അടക്കപ്പെടും. ഇതിലൊന്നും ഒരു ഉയർച്ചയല്ല, മറിച്ച് താഴ്ചയാണ് മാനുഷികമായി നോക്കിയാൽ നാം കാണുന്നത്. എന്നാൽ ലൂക്കോസ് പറയുന്നത് അവൻ്റെ ആരോഹണത്തിനുള്ള കാലം എന്നാണ്. മനുഷ്യർ നോക്കുമ്പോൾ യേശുവിൻ്റെ മരണം ഒരു പരാജയമാണ്, ദയനീയമാണ്. പലരും പറയുന്നത് ഒരു രക്തസാക്ഷി മരണമാണ്, തന്നെ യഹൂദന്മാർ വഞ്ചിച്ചു കൊന്നു, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ പറയുന്നത്. എന്നാൽ യെശയ്യാ പ്രവാചകൻ വളരെ വർഷങ്ങൾക്ക് മുൻപ് തന്നെ മിശിഹയുടെ കഷ്ടാനുഭവത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ഇത് മനുഷ്യരുടെ ദൃഷ്ടിയിൽ ദുരന്തമോ പരാജയമോ രക്തസാക്ഷി മരണമോ ഒക്കെ ആണെങ്കിലും ഇത് ദൈവത്തിന് പ്രസാദമുള്ള ദൈവത്തിൻ്റെ ഒരു പരിപാടിയായിരുന്നു. അതുകൊണ്ട് ആണ് സുവിശേഷകനായ ലൂക്കോസ് ആരോഹണത്തിനുള്ള കാലം തികയാറായപ്പോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിന് ഒരു ഉയർച്ചയാണ് വാസ്തവത്തിൽ സംഭവിക്കുവാൻ പോകുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് എന്ന് നാം വായിക്കുന്നു. അപ്പോൾ മരണത്തെക്കുറിച്ച് ഒരു താഴ്ചയായിട്ടല്ല യേശു പറഞ്ഞത്, പിതാവിൻ്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആരംഭ ഭാഗത്ത്
മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു എന്ന് നാം വായിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം അത് ഒരു പരാജയ മരണമോ താഴ്ചയോ ആയിട്ടല്ല ദൈവം കാണുന്നത്. ദൈവം അവനെ മഹത്വീകരിക്കുകയും ഉയർത്തുകയും ചെയ്യുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. യേശുക്രിസ്തുവിൻ്റെ മരണം മുഖാന്തരം സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പുതിയ നിയമത്തിൽ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വാക്യം മാത്രം നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ. അതിക്രമങ്ങളൊക്കെ നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ഇവിടെ ക്രൂശ് മരണം ഒരു പരാജയമായിട്ടല്ല, മറിച്ച് ഒരു വിജയമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം യേശു കാൽവറിയിലെ ക്രൂശിൽ മരിച്ചത് തീർച്ചയായും ഒരു ആരോഹണം തന്നെയാണ്, ഉയർച്ചയാണ്. യേശു യെരുശലേമിലേക്ക് പോകുവാൻ തയ്യാറെടുത്തു എന്ന കാര്യം വിവിധ ആളുകൾ എങ്ങനെയാണ് കണ്ടത് എന്ന് നമുക്ക് ഈ ഭാഗത്തു നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നാം ആദ്യം കണ്ടല്ലോ, ദൈവത്തെ സംബന്ധിച്ചിടത്തോളം യേശു യെരുശലേമിലേക്ക് പോകുക എന്നത് തൻ്റെ പദ്ധതിയാണ്. ഇതേ അധ്യായത്തിൽ മോശയും ഏലിയാവും തനിക്ക് യെരുശലേമിൽ സംഭവിപ്പാനുള്ള നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചതായി നാം വായിക്കുന്നു. ദൈവത്തിന് അത് വളരെ വിലപ്പെട്ടതാണ്. തൻ്റെ പുത്രനായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിലൂടെ മഹത്വീകരിക്കപ്പെടുവാൻ പോവുകയാണ് എന്ന് ദൈവത്തിനറിയാമായിരുന്നു. യേശുവിനെ സംബന്ധിച്ചിടത്തോളം താൻ പിതാവിനെ അനുസരിക്കുകയാണ് എങ്കിലും അത് കഷ്ടതയും വേദനയും മരണവുമാണ് എന്ന് തനിക്കറിയാമായിരുന്നു. താൻ കഷ്ടപ്പെടുമെന്നും ത്യജിക്കപ്പെടുമെന്നും മരണം അനുഭവിക്കേണ്ടി വരുമെന്നും ഒക്കെ തനിക്കറിയാമായിരുന്നു. അതൊരു വേദനയുള്ള ഒരു കാര്യം ആയിരുന്നുവെങ്കിലും താൻ പിതാവിനെ അനുസരിക്കുവാൻ മനസ്സ് ഉറപ്പിച്ചു എന്നാണ് 51-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. യേശു പിതാവിനെ അനുസരിക്കുവാൻ എന്ത് വിലയും കൊടുക്കുവാൻ തയ്യാറായിരുന്നു. എന്നാൽ യേശു യെരുശലേമിലേക്ക് പോകുന്ന കാര്യം അറിഞ്ഞ ശമര്യർ, അവർക്ക് യേശുവിനോട് വിരോധം തോന്നി. കാരണം മറ്റൊന്നുമല്ല, ശമര്യരും യഹൂദരും തമ്മിൽ ഉള്ള വഴക്ക്. അവർ തമ്മിൽ ഒത്തുപോകില്ല. യെരുശലേമിലേക്കാണ് നീ പോകുന്നതെങ്കിൽ നീ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരണ്ട, ഞങ്ങൾക്ക് നിന്നോട് ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ ശമര്യർ യേശുവിനെ തിരസ്കരിച്ചു. ഇനി ശിഷ്യന്മാർക്കോ? യെരുശലേമിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ആദ്യ ഭാഗത്തൊക്കെ ശിഷ്യന്മാർ വിചാരിച്ചു യേശു യെരുശലേമിൽ രാജ്യം സ്ഥാപിക്കാൻ പോവുകയാണ്. അതുകൊണ്ടാണല്ലോ പോകുന്ന വഴിക്ക് എനിക്ക് ഇടതുവശത്തിരിക്കണം, അവൻ വലതുവശത്തിരിക്കണം, ആരാണ് വലിയവൻ, ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ അവരുടെ ഇടയിൽ നടന്നത്. ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഭൂമിയിൽ ലഭിക്കുന്ന ചില ഭൗതികമായ നന്മകൾ മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. ദൈവം മനുഷ്യവർഗത്തിനു വേണ്ടി ചെയ്യുവാൻ പോകുന്ന ഏറ്റവും വലിയ കാര്യമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ മരണം. പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിലുള്ളവർക്കും അതിനെക്കുറിച്ചേ സംസാരിക്കുവാനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണല്ലോ മോശയും ഏലിയാവും തൻ്റെ നിര്യാണത്തെക്കുറിച്ച് സംസാരിച്ചത്. എന്നാൽ കേവലം മനുഷ്യരായ ശിഷ്യന്മാർക്ക് അതിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ല. അവർ ഭൗതികമായ നന്മകളുടെ പുറകെ പോകുന്നു. ശമര്യരോ അവരുടെ വിരോധം, മറ്റുള്ളവരോടുള്ള അവരുടെ വിരോധം, അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുവാനായി ഇടയായി. ഇന്നും ദൈവിക പദ്ധതി മനസ്സിലാക്കുന്നതിൽ ആളുകൾക്ക് തെറ്റുപറ്റാറുണ്ട്. അവർക്ക് സ്വന്തം കാര്യം അല്ലെങ്കിൽ അവർക്ക് മറ്റുള്ളവരോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം കാര്യങ്ങളെ കാണുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. ശമര്യർ യേശുവിനോട് പറഞ്ഞു, നീ യെരുശലേമിലേക്ക് പോകുന്നത് കൊണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ വരണ്ട. ഇത് വാസ്തവത്തിൽ യേശുവിനോടല്ല പറഞ്ഞത്. ശിഷ്യന്മാർ ഒരു ഗ്രാമത്തിൽ പോയി യേശുവിന് വേണ്ടി വട്ടം കൂട്ടേണ്ടതിന് ഒരുങ്ങിയപ്പോഴാണ് ശമര്യർ പറഞ്ഞത്,
ശമര്യക്കാരായ ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് യേശു വരണ്ട, കാരണം അവനൊരു യഹൂദനാണ്, അവൻ യെരുശലേമിലേക്കാണ് പോകുന്നത്, വരണ്ട. ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും വളരെയധികം കോപിച്ചു. ഒരുപക്ഷേ അവരെ ആയിരിക്കും ശമര്യർ പരിഹസിച്ചത്. ആ അപമാനം ഏൽക്കേണ്ടി വന്നത് അവരാണ്. അതുകൊണ്ടാണ് അവർ വളരെ കോപിച്ചു. അവർ യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കട്ടെ. ഇതേ അധ്യായത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് ഒരു ഭൂതബാധിതനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ അവർക്ക് ഒരു സംശയവുമില്ല. യേശു പറഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കാൻ ഞങ്ങൾക്ക് സാധിക്കും, ഏലിയാവ് ചെയ്തതുപോലെ ഞങ്ങൾ ചെയ്യാം എന്നാണ് അവർ പറയുന്നത്. ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി എന്നുള്ളത് ശരിയാണെങ്കിലും ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ആരെയും കൊന്നില്ല. മറിച്ച് ഏലിയാവ് സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി യാഗപീഠത്തിൽ അർപ്പിച്ചിരുന്നത് ദഹിപ്പിക്കുകയായിരുന്നു ചെയ്തത്. പിന്നെ കൊന്നത് വാളുകൊണ്ടാണ്. അതുപോകട്ടെ, ഏതായാലും ഈ സ്ഥലം ശമരിയാണ്. ഇവിടെ വെച്ചാണ് ഏലിയാവും ഈ പ്രവൃത്തികളൊക്കെ ചെയ്തത്. അതുകൊണ്ട് അവർ പറയുന്നു, ഞങ്ങൾ തീ ഇറക്കിയ ആളുകളെ കൊല്ലാൻ പോകുന്നു. യേശുവിൻ്റെ പ്രതികരണം 55 വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ അവരെ ശാസിച്ചു, നിങ്ങൾ ഏത് ആത്മാവിന് അധീനർ എന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നോ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ല എന്നാണ് യേശുവരോട് പറഞ്ഞത്. എന്നിട്ട് താൻ പറഞ്ഞു, മനുഷ്യപുത്രൻ മനുഷ്യരുടെ പ്രാണങ്ങളെ നശിപ്പിപ്പാനല്ല, രക്ഷിപ്പാനത്രേ വന്നത് എന്ന് പറഞ്ഞു. യേശു ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നത് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, ആളുകളെ നശിപ്പിക്കാനല്ല. ഇന്ന് അനേക ആളുകൾ യേശു ആളുകളെ ഉപദ്രവിക്കുന്നയാളാണ്, അക്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളാണ് എന്നൊക്കെ തെറ്റായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സമാധാനമല്ല, വാളത്രേ വരുത്തുവാൻ ഈ ഭൂമിയിൽ വന്നത് എന്ന് യേശു പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. ശരിയാണ്, യേശു പറഞ്ഞു, ഒരു കുടുംബത്തിൽ ഒരാൾ എന്നിൽ വിശ്വസിച്ചാൽ അതിൻ്റെ പേരിൽ ആ വീട്ടിൽ ഛിദ്രമുണ്ടാകും, വഴക്കുണ്ടാകും. യേശുവിനെ വിശ്വസിക്കുന്നയാളും വിശ്വസിക്കാത്തയാളും തമ്മിൽ വഴക്കുണ്ടാകും, ഭിന്നതയുണ്ടാകും. അതാണ് താൻ പറഞ്ഞത്. അല്ലാതെ തൻ്റെ ശിഷ്യന്മാർ വാളെടുത്ത് ആളുകളെ കൊല്ലും എന്ന് താൻ ഒരിക്കലും പറഞ്ഞില്ല. മാത്രമല്ല, താൻ അതിനെ നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്തത്. തന്നെ അറസ്റ്റ് ചെയ്യാൻ വന്നപ്പോൾ പത്രോസ് വാളെടുത്ത് പുരോഹിതൻ്റെ ദാസനെ വെട്ടിയ സംഭവം നമുക്കറിയാമല്ലോ. ഉടൻ തന്നെ യേശു പറഞ്ഞു, വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. യേശു ഒരിക്കലും ആളുകളുടെ ജീവനെ നശിപ്പിക്കുവാനായിട്ടുള്ള ഒരു കാര്യവും ചെയ്തില്ല. അതുകൊണ്ട് യേശുവിൻ്റെ പേരിൽ വയലൻസ്, അക്രമം ചെയ്യുന്നതിന് ബൈബിളിൽ യാതൊരു വാക്യവുമില്ല. ബൈബിളിൽ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടേ ഇല്ല. യേശുവിൻ്റെ പേരിലോ ക്രിസ്തു മതത്തിൻ്റെ പേരിലോ ആരെങ്കിലും വാളെടുത്തിട്ടുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പേര് തന്നെ ആളുകൾ ഇട്ടാലും അത് ബൈബിളിന് ഘടകവിരുദ്ധമാണ്. യേശു ഒരിക്കലും ആ കാര്യം തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സഹായിക്കുവാനും അവരുടെ ജീവനെ രക്ഷിക്കുവാനുമാണ് യേശു തൻ്റെ ശിഷ്യന്മാരോട് ആഹ്വാനം ചെയ്തത്. ശമര്യക്കാർക്ക് എന്നെ വേണ്ടെങ്കിൽ വേറൊരു ഗ്രാമത്തിലേക്ക് പോകാം എന്നേ യേശു പറഞ്ഞത്. അതനുസരിച്ച് അവർ മറ്റൊരു ഗ്രാമത്തിലേക്ക് പോയി. ആ ഗ്രാമവും ഒരു പക്ഷേ മറ്റൊരു ശമര്യക്കാരുടെ ഗ്രാമം തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ശമര്യയിൽ വെച്ചാണല്ലോ ഈ സംഭവം ഉണ്ടായത്. ഒരു സ്ഥലത്തുള്ള ആളുകൾ ദൈവവചനം കേട്ട് അംഗീകരിക്കുവാൻ മനസ്സില്ല, യേശുക്രിസ്തുവിനെ തിരസ്കരിച്ചാൽ അതിൻ്റെ അർത്ഥം എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നല്ല. ചിലർ സ്വീകരിക്കും, ചിലർ സ്വീകരിക്കില്ല. അതിനുള്ള സ്വാതന്ത്ര്യം ദൈവപുത്രൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ആളുകൾക്ക് കൊടുത്തിരുന്നു. നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ദൈവപുത്രൻ ഇനിയും ഭൂമിയിൽ വരും. അന്ന് ആ സ്വാതന്ത്ര്യം ആളുകൾക്കുണ്ടാകില്ല. കാരണം അന്നവൻ രക്ഷിതാവായിട്ടല്ല വരുന്നത്, മറിച്ച് ന്യായാധിപതിയായിട്ടായിരിക്കും വരുന്നത്. അന്ന് യേശുവിനെ തിരസ്കരിച്ചവർ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അവർ യാത്ര തുടരുകയാണ്. 57 വാക്യം മുതൽ 62 വാക്യം വരെ വിവിധ തരത്തിലുള്ള ആളുകൾ യേശുവിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ് കാണുന്നത്. അവരോരോരുത്തരും യേശുവിൻ്റെ ശിഷ്യനാകുവാൻ ചിന്തിച്ചു. പക്ഷേ
അവർ എന്താണ് ചെയ്തത് എന്ന് നാം ഇവിടെ വായിക്കുന്നില്ല. പക്ഷേ ഓരോരുത്തരോടും യേശു പറഞ്ഞ മറുപടി ഇവിടെ എഴുതിയിരിക്കുന്നു. ഈ ആളുകൾ അവർ എന്ത് ചെയ്തു, എന്ത് തീരുമാനിച്ചു നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഓരോ മനോഭാവത്തോടു കൂടിയും ആളുകൾ യേശുവിൻ്റെ അടുത്ത് വരുമ്പോൾ അവരോട് യേശുവിന് എന്താണ് പറയാനുള്ളത് എന്ന് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാകും. ആദ്യത്തെ ആൾ, ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് യേശുവിനോട് പറയുകയാണ്. യേശുവിൻ്റെ മറുപടി 58 വാക്യത്തിൽ, കുറുനരികൾക്ക് കുഴിയും ആകാശത്തിലെ പറവജാതിക്ക് കൂടുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്പാൻ സ്ഥലമില്ല എന്ന് പറഞ്ഞു. അവിടം കൊണ്ട് ആ സംഭാഷണം അവസാനിച്ചു. ആ വ്യക്തി എന്ത് ചെയ്തു എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ യേശുവിൻ്റെ മറുപടിയിൽ നിന്നും നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഈ വ്യക്തി യേശുവിനെ അനുഗമിക്കാമെന്ന് പറഞ്ഞത് ജീവിതത്തിൽ ചില സൗകര്യങ്ങളൊക്കെ ലഭിക്കും എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ടാണല്ലോ മറ്റ് ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ യേശു അവൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം അറിഞ്ഞിട്ട് അവനോട് പറയുകയാണ്, എൻ്റെ പുറകെ വന്നാൽ താമസസ്ഥലം കിട്ടിയെന്ന് വരികയില്ല, കംഫർട്ടബിളായിട്ടുള്ള സുഖസൗകര്യങ്ങളോട് കൂടിയ ഒരു ജീവിതവും ലഭിച്ചു എന്ന് വരികയില്ല. യേശു ഇത് പറയാൻ കാരണം ആ വ്യക്തി യേശുവിൻ്റെ കൂടെ കൂടിയാൽ സുഖമായി ജീവിക്കാം എന്ന് കരുതിയാണ് യേശുവിനെ അനുഗമിക്കാം എന്ന് പറഞ്ഞത്. ഇന്ന് പല ആളുകളും യേശുവിൽ വിശ്വസിക്കുവാനും യേശുവിൻ്റെ ശിഷ്യനാകാം എന്നും ഒക്കെ ചിന്തിക്കുന്നത് ഭൗതികമായ നന്മകൾക്ക് വേണ്ടിയാണ്. അത്തരക്കാരോട് യേശുവിന് പറയാനുള്ളത്, എനിക്ക് ഈ ഭൂമിയിൽ വലിയ ഭൗതിക നന്മകളൊന്നുമില്ലായിരുന്നു. എൻ്റെ ശിഷ്യനാകാൻ നീ തീരുമാനിച്ചാൽ എനിക്ക് ലഭിച്ചതിൽ കൂടുതലൊന്നും നിനക്ക് ലഭിച്ചു എന്ന് വരികയില്ല. അതുകൊണ്ട് ഭൗതിക നന്മകളാണ് ഉദ്ദേശമെങ്കിൽ എൻ്റെ ശിഷ്യനാകണ്ട. ഇതാണ് യേശു ഒന്നാമത്തെ വ്യക്തിയോട് പറഞ്ഞത്. അയാൾ എന്തു ചെയ്തു നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ നമുക്കൊരു കാര്യം ഇതിൽ നിന്ന് പഠിക്കാം. ഭൗതിക നന്മകൾക്ക് വേണ്ടി യേശുവിനെ അനുഗമിക്കുന്നവർ അവർ തെറ്റാണ് ചെയ്യുന്നത്. 59 വാക്യത്തിൽ യേശു ഒരുത്തനോട് എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ പ്രതികരണം, പോയി എൻ്റെ അപ്പനെ കുഴിച്ചിടാൻ അനുവാദം തരണം. അതാണ് അവൻ ആദ്യം ചെയ്യേണ്ടത്. ഇത് പറയുന്നത് കേട്ടാൽ തോന്നും അവൻ്റെ അപ്പൻ മരിച്ചു കിടക്കുകയാണെന്ന്. തീർച്ചയായുമല്ല. അവൻ്റെ അപ്പൻ മരിച്ചു കിടക്കുമ്പോൾ യേശു അവൻ്റെ അടുത്ത് നിന്ന് നീ എന്നെ അനുഗമിക്കുക എന്ന് പറഞ്ഞതല്ല. അപ്പൻ ജീവനോടെ ഉണ്ട്, വയസ്സായിരിക്കുകയായിരിക്കും. അപ്പൻ്റെ കാലം കഴിഞ്ഞ് ഞാൻ യേശുവിനെ അനുഗമിക്കാം എന്നാണ് ഇവൻ പറഞ്ഞത്. ഇന്നും അനേക ആളുകൾ അങ്ങനെയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ, സുവിശേഷം വിശ്വസിച്ച് ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാൻ അവരോട് ആവശ്യപ്പെടുമ്പോൾ, ആ സന്ദേശം അവർ കേൾക്കുമ്പോൾ, എനിക്ക് പ്രായമുള്ള മാതാപിതാക്കളുണ്ട്, അവരുടെ കാലം കഴിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്നാണ് പലരും പറയുന്നത്. ഞാൻ രക്ഷിക്കപ്പെടാം, എൻ്റെ മാതാപിതാക്കളുടെ മരണം കഴിയട്ടെ, അവരുടെ ശവമടക്കം എങ്ങനെ നടക്കും? ഞാൻ വിശ്വാസത്തിൽ വന്നാൽ എൻ്റെ മാതാപിതാക്കളുടെ ശവസംസ്കാരം നടക്കുകയില്ലല്ലോ എന്ന് പേടിച്ച് വിശ്വാസത്തെ ത്യജിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാരോട് എനിക്കൊരു കാര്യം ഓർപ്പിക്കാനുള്ളത്, പ്രായമായിരിക്കുന്ന മാതാപിതാക്കളുണ്ട് സത്യം, പക്ഷേ അവരാണ് ആദ്യം മരിക്കുക എന്ന് എങ്ങനെ പറയാൻ സാധിക്കും? എത്രയോ ആളുകൾ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട്. മാതാപിതാക്കളെ കുഴിച്ചിടാമെന്ന് വിചാരിച്ച് നോക്കിയിരിക്കുന്ന പലരെയും മാതാപിതാക്കൾ കുഴിച്ചിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ദൈവം നിന്നോട് പറയുന്ന കാര്യം നീ ചെയ്യുക. മാതാപിതാക്കളുടെ ശവസംസ്കാരം അതിനെക്കുറിച്ച് നീ വറീഡാകണ്ട. കാരണം ഒരു പക്ഷേ നിനക്കതിന് സാധിച്ചു എന്ന് വരികയില്ല. യേശു അവനോട് പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കുഴിച്ചിടട്ടെ. ഇതെന്തായാലും ഈ 2 മരിച്ചവർ എന്ന് പറയുന്നത് രണ്ടും ഭൗതിക മരണമല്ല. കാരണം മരിച്ച ഒരാൾക്ക് വേറൊരാളെ കുഴിച്ചിടാൻ സാധിക്കില്ലല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഭൗതികമായി മരിച്ചവരുടെ കാര്യമല്ല, ആത്മീകമായി മരിച്ചവർ, ആത്മീകമായി ജീവനില്ലാത്തവർ, അവർ വിചാരിച്ചാലും ആരെങ്കിലുമൊക്കെ കുഴിച്ചിടാൻ സാധിക്കും.
മക്കളില്ല എന്ന് വിചാരിച്ച് ആരുടെയും ശവം മറവ് ചെയ്യാതെ ഈ ഭൂമിയിലില്ല. ഒക്കെ മറവ് ചെയ്തിട്ടുണ്ട്. ശവം മറവ് ചെയ്യുക എന്നത് ജീവിച്ചിരിക്കുന്നവരുടെ ആവശ്യമാണ്. ഇല്ലെങ്കിൽ ശവം നാറും. അത് വിചാരിച്ച് ദൈവത്തെ അനുസരിക്കാതിരിക്കുകയോ ദൈവരാജ്യത്തിന് അവകാശിയായി തീരാതിരിക്കുകയോ ക്രിസ്തുവിനെ അനുഗമിക്കാതിരിക്കുകയോ ചെയ്യുന്നത് ഭോഷത്വമാണ്. അങ്ങനെ ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. 61 വാക്യത്തിൽ മറ്റൊരു വ്യക്തി അവൻ പറയുന്നു, ഞാൻ നിന്നെ അനുഗമിക്കാം, എനിക്ക് നിന്നെ അനുഗമിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ആദ്യം എൻ്റെ വീട്ടിലുള്ളവരോട് യാത്ര പറയാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. ഇവൻ്റെ പ്രശ്നം, യേശുവിനെ അനുഗമിക്കണം എന്നിവൻ അറിയാം, പക്ഷേ വീട്ടിലുള്ളവരുടെ സമ്മതം കൂടെ അവന് വേണം. കേട്ട കാര്യം സത്യമാണെന്ന് മനസ്സിലായി, എന്നാൽ പിന്നെ അത് അനുസരിച്ചാൽ പോരെ? ഇല്ല, മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് എന്തു പറയുന്നു എന്ന് അറിയണം. ഒരു വ്യക്തി സത്യം മനസ്സിലാക്കിയാൽ, അത് സത്യമാണെന്ന് മനസ്സിലായാൽ, പിന്നെ അത് അനുസരിച്ച് ജീവിക്കുവാൻ മറ്റുള്ളവരുടെ അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പോസ്തലനായ പൗലോസ് അങ്ങനെ ഒരാളായിരുന്നു. അദ്ദേഹം ആത്മാർത്ഥമായി ക്രിസ്തീയ മാർഗത്തിനെതിരായിരുന്നു. ക്രിസ്ത്യാനികളെ കൊല്ലുവാൻ പട്ടണം തോറും പോയി വീടുകളിൽ നിന്നും ആളുകളെ വലിച്ചിറക്കി അവരെ പീഡിപ്പിക്കുകയും കൊല്ലുകയും ചെയ്തുകൊണ്ടിരുന്നയാളാണ്. എന്നാൽ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദർശനം പൗലോസിനുണ്ടായിക്കഴിഞ്ഞപ്പോൾ താൻ ചെയ്യുന്നത് തെറ്റാണെന്ന് തനിക്ക് മനസ്സിലായി. മാത്രമല്ല, യേശുവാണ് യഥാർത്ഥ ദൈവമെന്നും തനിക്ക് മനസ്സിലായി. ഉടൻ തന്നെ തൻ്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസമുണ്ടായി. താൻ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നവനായി തീർന്നു. എന്നാൽ യേശുവിനെ പ്രസംഗിക്കുവാനുള്ള കൽപ്പന തനിക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ, എന്നാൽ ഇനി മറ്റുള്ളവരോടും കൂടെ ഒന്ന് ചോദിക്കാം, എനിക്ക് സമ്മതപത്രം തന്ന പുരോഹിതന്മാരുണ്ടല്ലോ, അവരോടൊന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പണി നിർത്തുകയാണ് എന്ന് പറയാൻ പൗലോസ് മെനക്കെട്ടില്ല. മാത്രമല്ല, ഈ ക്രിസ്തുവിനെ അനുസരിക്കുകയും പ്രസംഗിക്കുകയും അനുഗമിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരോട് പോയൊന്ന് ചോദിക്കാം, എന്നെ നിങ്ങളുടെ കൂടെ കൂട്ടുമോ എന്ന്. അതിനും പൗലോസ് തയ്യാറായില്ല. പൗലോസ് പറയുന്നത് ഗലാത്യലേഖനം 1:16 പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ, മാംസരക്തങ്ങളെന്ന് പറഞ്ഞാൽ മനുഷ്യർ, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുവാൻ കൽപ്പന കൊടുത്ത ആളുകൾ, അവരോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരായവരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറബിലേക്ക് പോവുകയും ദമസ്കസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. സത്യം എന്താണെന്ന് പൗലോസിന് മനസ്സിലായപ്പോൾ പിന്നെ താൻ പിന്തിരിഞ്ഞു നോക്കിയില്ല, മറ്റ് മനുഷ്യരിലേക്ക് നോക്കിയില്ല, അവരുടെ അഭിപ്രായത്തിന് താൻ കാത്തിരുന്നില്ല. താൻ ഉടൻ തന്നെ അനുസരിച്ചു. എൻ്റെ വീട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് അനുഗമിക്കാം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞു, നീ കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുകയാണ്. നീ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല. പ്രിയ സുഹൃത്തേ, ഇവിടെ 3 തരം ആളുകളെക്കുറിച്ച് നാം വായിച്ചു. ഈ 3 പേർക്കും എന്താണ് സംഭവിച്ചതെന്ന് ലൂക്കോസ് പറഞ്ഞിട്ടില്ല. അതെന്തുമാകട്ടെ, പക്ഷേ നിങ്ങൾ ഈ 3 കൂട്ടരിൽ ഏതെങ്കിലും ഒരു കൂട്ടത്തിൽ പെടുമോ? ഭൗതിക നന്മകൾക്കായി യേശുവിനെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നയാളാണോ നിങ്ങൾ? മനുഷ്യരെ പേടിച്ച്, സാമുദായ ചട്ടക്കൂടുകളെ പേടിച്ച് യേശുവിനെ അനുസരിക്കാൻ മടിക്കുന്നവനാണോ നിങ്ങൾ? മറ്റുള്ളവരുടെ അഭിപ്രായം കേട്ടിട്ട് ദൈവത്തെ അനുസരിക്കാം എന്ന് കരുതുന്നയാളാണോ നിങ്ങൾ? അങ്ങനെയെങ്കിൽ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല എന്നാണ് യേശു പറഞ്ഞത്. നാം പിന്നെ എന്തുകൊണ്ടാണ് യേശുവിനെ അനുഗമിക്കേണ്ടത്? യേശു ദൈവമാണ്, അതുകൊണ്ടാണ് നാം അവനെ അനുഗമിക്കേണ്ടത്. മാത്രമല്ല, യേശു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി സ്വയം ബലിയാകുവാൻ, സ്വന്തം ജീവനെ കൊടുക്കുവാൻ തയ്യാറായ ദൈവപുത്രനാണ്. അതുപോലെ നിങ്ങളെ ആരും സ്നേഹിച്ചിട്ടില്ല, അതുപോലെ നിങ്ങളെ ആരും സ്നേഹിക്കുകയുമില്ല. ആ സ്നേഹത്തോടുള്ള നിങ്ങളുടെ പ്രതികരണമായിരിക്കണം യേശുവിനെ അനുഗമിക്കുവാനുള്ള നിങ്ങളുടെ പ്രചോദനം.
ആ നിലയിൽ യേശുവിനെ അനുഗമിക്കുവാൻ നിങ്ങൾക്ക് ദൈവം ഇടയാകട്ടെ. വചനദീപം